സൈലം ലേണിംഗ് നമ്മുടെ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന ചാപ്റ്ററിൽ ഒരുപാട് റിയാക്ഷൻസ് പഠിക്കാനുണ്ട് അല്ലെ. ആ റിയാക്ഷൻസിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ എന്റെ കുട്ടികൾക്ക് എക്സാം വളരെ ഈസി ആക്കാൻ നമുക്ക് 20 മാർക്ക് കെമിസ്ട്രിയിൽ നേടാൻ ഈ ഒരു എല്ലാ റിയാക്ഷൻസിന്റെയും ചോദ്യങ്ങൾ മിസ് പഠിപ്പിച്ചു തരാം. ശ്രദ്ധിച്ചിരുന്നോളൂ. ഒന്നാമത്തെ ചോദ്യം എന്താ? സോളിഡ് ക്യാംഫർ ഡയറക്ട്ലി ഗ്യാസ് ആയിട്ട് മാറുന്നു. കരരൂപത്തിലുള്ള കർപ്പൂരം അത് നേരിട്ട് വാതകമാകുന്നു. മക്കൾ ഇതിന് എന്താണ് പറയാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്റെ കുട്ടികൾ മനസ്സിലാക്കുക, ഒരു സോളിഡ് നേരിട്ട് ഗ്യാസ് ആയിട്ട് മാറിയാൽ, ഒരു ഖരപദാർത്ഥം നേരിട്ട് വാതകമായാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ അഥവാ ഉത്പതനം എന്ന് വിളിക്കാട്ടോ. അപ്പൊ ക്യാംഫർ ആയിക്കോട്ടെ, മറ്റ് നമ്മുടെ ചന്ദനത്തിരി, ഇൻസെൻസ് സ്റ്റിക്ക് ആയിക്കോട്ടെ, ഇതുപോലെയുള്ള വസ്തുക്കൾ നേരിട്ട് ഗ്യാസ് ആയി, ഖരം നേരിട്ട് വാതകമായാൽ സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പതനം എന്ന് പറയും. ഇതില് കണികകളുടെ ഊർജത്തിന് എന്ത് സംഭവിക്കുന്നു? സോളിഡിൽ നിന്ന് ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ പാർട്ടിക്കിൾസിന്റെ ഡിസ്റ്റൻസ്, കണികകൾ തമ്മിലുള്ള അകലം കൂടും. അപ്പോ അവിടെയുള്ള അട്രാക്ഷൻ അഥവാ ആകർഷണം കുറയും. അട്രാക്ഷൻ കുറയുമ്പോൾ അവിടെയുള്ള മൂവ്മെന്റ് കൂടും. മൂവ്മെന്റ് കൂടിയാൽ എനർജി കൂടും. സോ സബ്ലിമേഷൻ നടക്കുന്ന സമയത്ത് പാർട്ടിക്കിൾസിന്റെ എനർജി ഇൻക്രീസ് ചെയ്യുന്നു കേട്ടോ. കണികകളുടെ ഊർജം കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്ത ചോദ്യം എന്താ? 1-2 എക്സാമ്പിൾ. ഈ കർപ്പൂരം അല്ലാതെ വേറെ 1-2 എക്സാമ്പിൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ സബ്ലിമേഷൻ കാണിക്കുന്ന മറ്റു കുറെ ആൾക്കാരുടെ എക്സാമ്പിൾസ് മിസ് പറഞ്ഞു തരാം. ഒന്നാമത്തേത് നാഫ്തലീൻ ആണ് കേട്ടോ. ക്യാംഫർ ഉണ്ട്, നാഫ്തലീൻ ഉണ്ട്, അതേപോലെ തന്നെ അയോഡിൻ ഉണ്ട്. അയോഡിൻ എന്ന് കേട്ടിട്ടില്ലേ? പിന്നെ അമോണിയം ക്ലോറൈഡ് ഉണ്ട്, അമോണിയം ക്ലോറൈഡ് ഉണ്ട്. അതേപോലെ മക്കളെ നമുക്ക് ഇൻസെൻസ് സ്റ്റിക്ക് പറയാം. ഇവരൊക്കെ സബ്ലിമേഷൻ അഥവാ ഉത്പന്നം കാണിക്കുന്ന ആൾക്കാർക്ക് എക്സാമ്പിൾ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഒരു മഗ്നീഷ്യത്തെ എടുത്ത ഹൈഡ്രോക്ലോറിക് ആസിഡിലുള്ള ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്യുക. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? എന്താ നമ്മൾ ഒബ്സർവ് ചെയ്യുക? അവിടെ മഗ്നീഷ്യത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ഇട്ടാൽ നമുക്ക് നിറയെ ബബിൾസ് അഥവാ കുമിളകൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. അടുത്തത് ഏത് വാതകമാണ് ഉണ്ടാവുന്നത്? മക്കളെ, മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ ഉണ്ടാവുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. പഠിക്കണം കേട്ടോ. ഇനി എങ്ങനെ തിരിച്ചറിയാം? ഈ ടെസ്റ്റ് ട്യൂബിന്റെ വായ് ഭാഗത്തേക്ക് ഒരു ബേണിംഗ് മാസ്റ്റിക് കൊണ്ടുവരിക അല്ലെ, ഒരു കത്തുന്ന തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുവരിക. അപ്പോ അങ്ങനെ തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് കേൾക്കാൻ സാധിക്കും ദ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. അതിനുള്ളിലുള്ള ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. മനസ്സിലായോ? അതായത് മഗ്നീഷ്യത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് വരും. അതിനെ തിരിച്ചറിയാൻ നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിന്റെ വായ് ഭാഗത്തേക്ക് ഒരു കത്തിച്ച തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇൻസെൻസ് സ്റ്റിക്ക്, ചന്ദനത്തിനെ കൊണ്ടുവരിക. സോ ദ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. അവിടെയുള്ള വാതകം ഒരു പോപ്പ് ശബ്ദത്തോടു കൂടി കത്തുന്നു. സോ അങ്ങനെ നമുക്ക് ആ ടപ്പ് ശബ്ദം കേട്ടാൽ നമുക്ക് ഹൈഡ്രജന്റെ പ്രസൻസ് കൺഫേം ചെയ്യാം. കാരണം ഹൈഡ്രജൻ ഈസ് ഇൻഫ്ലേമബിൾ, കത്തുന്ന വാതകമാണ്. ഇനി ഇതിന്റെ സമവാക്യം എഴുതാനാണ് നമ്മുടെ മഗ്നീഷ്യം എന്ന് പറയുന്ന ആള് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് മാറുന്നു. MgCl2 എന്ന് പറഞ്ഞാൽ മക്കളെ അത് മഗ്നീഷ്യം ക്ലോറൈഡ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇക്വേഷൻ ഇങ്ങനെയല്ല വേർഡ്സിലെങ്കിലും എഴുതാൻ പഠിച്ചിരിക്കുക. അടുത്തത് ഇവിടെ പുറത്തുവിടുന്ന ഊർജ്ജരൂപം ഏതാണ്? സോ ഓർത്തു വയ്ക്കുക, മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എനർജി റിലീസ് ചെയ്യും. ഹീറ്റ് എനർജി റിലീസ് ചെയ്യും കേട്ടോ. ഹീറ്റ് എനർജി അല്ലെങ്കിൽ അവിടെ താപോർജം പുറത്തു വിടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഹീറ്റ് എനർജി റിലീസ് ചെയ്താൽ അതിനെ നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻസ് അഥവാ താപമോചക പ്രവർത്തനം എന്നാ പറയാ. എന്താ മക്കളെ പറയാ? എക്സോതെർമിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ താപമോചക പ്രവർത്തനം എന്നാണ് പറയാ കേട്ടോ. ഇനി ഇവിടെ 2 ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ഇനി ഹീറ്റ് എനർജി റിലീസ് ചെയ്തത് കൊണ്ട് പെർട്ടിക്കുലർലി ഇത് എക്സോതെർമിക് ആണ് അല്ലെ. ഇനി ഇത്തരം റിയാക്ഷൻസിനെ എന്താ വിളിക്കുക? ഹീറ്റ് എനർജിയെ അബ്സോർബോ റിലീസോ ചെയ്താൽ, താപോർജത്തെ ആഗിരണം ചെയ്യോ പുറത്തു വിടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ തെർമോ കെമിക്കൽ റിയാക്ഷൻസ് എന്നാ പറയാ അല്ലെ. തെർമോ കെമിക്കൽ റിയാക്ഷൻ അഥവാ താപരാസ പ്രവർത്തനം. സോ ഇതൊരു താപരാസ പ്രവർത്തനവുമാണ്, താപമോചക പ്രവർത്തനവുമാണ്. എക്സോതെർമിക്കുമാണ്, തെർമോകെമിക്കലുമാണ്. ഓർത്ത് വെക്കുക. അടുത്തത് എനർജി ചേഞ്ച് എന്താ? ഇവിടെ
കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഹീറ്റ് എനർജി റിലീസ് ചെയ്തു. കെമിക്കൽ റിയാക്ഷനിലുള്ളത് ഏത് എനർജിയാ മക്കളെ? കെമിക്കൽ എനർജി. സോ ഇവിടെ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി. രാസോർജം താപോർജമായി മാറുന്നു എന്ന് പറയാൻ പറ്റും. അടുത്തത് മറ്റൊരു ഉദാഹരണം എഴുതാം. അതായത് എക്സോതെർമിക് റിയാക്ഷൻ, താപമോചക പ്രവർത്തനത്തിന് മറ്റൊരു ഉദാഹരണം എഴുതാനാണ്. സോ നമുക്ക് പറയാം, നമ്മുടെ ക്യുക്ലൈം എന്ന് പറയുന്ന ആള്, നമ്മുടെ നീറ്റ് കക്ക വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത സ്ലേക്കഡ് ലൈമും അതേപോലെ ഹീറ്റുമായിട്ട് മാറുന്നു. മലയാളം മീഡിയംകാരെ നോട്ട് ചെയ്യണേ. അതായത് നമ്മുടെ നീറ്റ് കക്ക ജലവുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ചുണ്ണാമ്പും താപവുമായിട്ട് മാറുന്നു. അപ്പൊ താപം പുറത്തു വിടുന്നത് കൊണ്ട് ഇതൊരു താപമോചക പ്രവർത്തനം. അടുത്ത റിയാക്ഷൻ നോക്കാം. കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്ത് ഹീറ്റ് ചെയ്യാം. ഹോൾഡ് എ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് നിയർ ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. വാട്ട് ഡു യു ഒബ്സർവ്? ഒരു കത്തുന്ന അഗർബത്തി ഇതിന്റെ വായ് ഭാഗത്തേക്ക് കാണിച്ചാൽ എന്താ പറ്റുക മക്കളെ? ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കുന്ന സമയത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്ത് ഡീകമ്പോസ് ചെയ്യും. താപോർജത്തെ ആഗിരണം ചെയ്ത് വിഘടിച്ച് ഓക്സിജൻ എന്ന് പറയുന്ന വാതകം പുറത്തേക്ക് വിടും. അപ്പൊ ഓക്സിജന്റെ പ്രത്യേകത എന്താ? ഓക്സിജൻ ഹെൽപ്സ് ഇൻ ബേണിംഗ്, കത്താൻ സഹായിക്കുന്ന വാതകമാണ് അല്ലെ. അതുകൊണ്ട് ആ ചന്ദനത്തിരി ഫ്ലേസ് അപ്പ്, നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഇൻസെൻസ് സ്റ്റിക്ക് ഫ്ലേസ് അപ്പ്, ചന്ദനത്തിരി ആളിക്കത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അടുത്ത ചോദ്യം എന്താ? ഇവിടെ ഉപയോഗിക്കുന്ന ഊർജ രൂപം ഏതാണ്? ഏത് ഫോം ഓഫ് എനർജിയാ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആരെ അബ്സോർബ് ചെയ്തത്? ഹീറ്റ് എനർജി. സോ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപോർജമാണ്. ഇനി അടുത്തത്, ഇത് ഏത് തരം റിയാക്ഷൻ ആണ് മക്കളെ? ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്താൽ അത് എൻഡോതെർമിക് റിയാക്ഷൻ അഥവാ താപാകിരണ പ്രവർത്തനം. ആദ്യം നമ്മൾ കണ്ടു മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, പിന്നെ അതേപോലെ ക്യുക്ലൈമും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഹീറ്റ് എനർജി റിലീസ് ചെയ്യും. ഹീറ്റ് എനർജി റിലീസ് ചെയ്താൽ അത് എക്സോതെർമിക്. ഇവിടെ നമ്മൾ കണ്ടത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് അതൊരു എൻഡോതെർമിക് റിയാക്ഷൻ അഥവാ താപാകിരണ പ്രവർത്തനമാണ് കേട്ടോ. ഇതിന് മറ്റൊരു എക്സാമ്പിൾ ആണ് അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള റിയാക്ഷൻ. അതും കൂടെ ഓർത്ത് വെക്കാം. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. കുറച്ച് സിൽവർ ക്ലോറൈഡ് എടുത്ത് നമ്മുടെ വെയിലത്ത് പഞ്ഞിയിൽ മുക്കി ആ പഞ്ഞി വെയിലത്ത് കൊണ്ടുവയ്ക്കാനാ പറയുന്നത്. വാട്ട് ഡു യു ഒബ്സർവ്? എന്താ നിരീക്ഷിക്കുക? ബ്ലാക്കനിങ് അല്ലെ, ബ്ലാക്കനിങ് ഓഫ് കോട്ടൺ. അവിടെ പുറത്തു കൊണ്ടുവച്ച പഞ്ഞി കറുത്തു പോകുന്നു. പുറത്ത് വെച്ച പഞ്ഞി കറുത്തു പോകുന്നു. കുറച്ച് സിൽവർ ക്ലോറൈഡിൽ ഇങ്ങനെ രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്ന് നമ്മളോട് പറയും, നമ്മൾ കുറച്ച് സിൽവർ നൈട്രേറ്റും അമോണിയം ക്ലോറൈഡും തമ്മിൽ സോഡിയം ക്ലോറൈഡും തമ്മിൽ മിക്സ് ചെയ്തു. സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും മിക്സ് ചെയ്തിട്ട് ആ റിയാക്ഷൻ നടന്ന പാത്രത്തിൽ ഒരു പഞ്ഞി മുക്കി വെയിലത്ത് കൊണ്ടുവയ്ക്കുക, എന്ത് സംഭവിക്കും? അതെങ്കിൽ നേരിട്ട് സിൽവർ ക്ലോറൈഡിൽ മുക്കിയ പഞ്ഞി വെയിലത്ത് കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും? രണ്ട് കേസിലും ഒരേ കാര്യമാണ് സംഭവിക്കുന്നത്, ബ്ലാക്കനിങ് ഓഫ് കോട്ടൺ. ആ പഞ്ഞി കറുത്തു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ഏത് ഫോം ഓഫ് എനർജിയാണ് മക്കളെ? ഇവിടെ ശരിക്കും എന്താണ് നടന്നത്? ആദ്യം ഇവിടുത്തെ റീസൺ എന്താണെന്ന് നോക്കാം. എന്താ റീസൺ? സിൽവർ ക്ലോറൈഡ്, ഇവിടെ നമ്മൾ വെയിലത്ത് കൊണ്ടുവയ്ക്കുന്ന സിൽവർ ക്ലോറൈഡ് ഈ ഡീകമ്പോസസ് ബൈ അബ്സോർബിങ് ലൈറ്റ്. നോക്കിക്കേ, സൂര്യപ്രകാശം സൺലൈറ്റിലുള്ള പ്രകാശോർജത്തെ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്ത് വിഘടിക്കുന്നു. അങ്ങനെ ഡീകമ്പോസ് ചെയ്ത് സിൽവറും ക്ലോറിനുമായിട്ട് മാറുന്നു. ആ സിൽവർ ആയിട്ട് മാറുന്നു, സിൽവർ ക്ലോറൈഡ് സിൽവർ ആയിട്ട് മാറുന്നത് കൊണ്ടാണ് പഞ്ഞി കറുത്തു പോകുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഉള്ള ഊർജ്ജരൂപം ഫോം ഓഫ് എനർജി ഏതാ മക്കളെ? ഇവിടെയുള്ള എനർജി എന്ന് പറയുന്നത് ലൈറ്റ് എനർജി അഥവാ പ്രകാശോർജം. അപ്പൊ അതിന്റെ റീസൺ ആണ് ഇവിടെ മിസ് എഴുതിയിട്ടുള്ളത്. സിൽവർ ക്ലോറൈഡ് ഡീകമ്പോസസ് ബൈ അബ്സോർബിങ് ലൈറ്റ് ടു ഫോം സിൽവർ. ഇതുകൊണ്ടാണ് കറുത്തു പോകുന്നത്. അത് നോട്ട് ചെയ്യുക. ഇനി ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. AgCl വേണ്ട, ഞാൻ പേരിൽ എഴുതി തരാം കേട്ടോ. സിൽവർ ക്ലോറൈഡ് എന്ന് പറയുന്ന ആള് വെയിലത്ത് കൊണ്ട് വെക്കുമ്പോൾ സിൽവറും അതേപോലെ ക്ലോറിനുമായിട്ട് മാറും. ഇതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഫോട്ടോസിന്തസിസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇവിടുത്തെ റിയാക്ടൻസ് ആയിരിക്കാം. ഫോട്ടോസിന്തസൈസിലെ റിയാക്ഷൻസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്. സൺലൈറ്റ് എഴുതണമെന്നില്ല കേട്ടോ. ഇനി ഇവിടുത്തെ പ്രോഡക്റ്റ് അഥവാ ഉൽപ്പന്നങ്ങൾ ആയിരിക്കും. അവിടെ പുതിയതായിട്ടുണ്ടാവുന്ന ആരൊക്കെയാ? C6H12O6 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലൂക്കോസ്. അതേപോലെ ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഗ്ലൂക്കോസിന്റെ ഫോർമുല ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് എന്റെ കുട്ടികൾ അറിഞ്ഞിരിക്കുക.
പഠിക്കുക. അടുത്തത് ഏത് ഫോം ഓഫ് എനർജിയാ? ഫോട്ടോസിന്തസൈസിൽ നമുക്കറിയാം, ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു. അപ്പൊ ലൈറ്റിലുള്ളത് ഏത് എനർജിയാ? ലൈറ്റ് എനർജി. ലൈറ്റിലുള്ളത് ലൈറ്റ് എനർജി അഥവാ പ്രകാശോർജം. ഇനി അടുത്തത് ഇവിടെയുള്ള എനർജി ചേഞ്ച്, ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. സോ നമുക്ക് പറയാം ഹിയർ ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. എന്താ മക്കളെ സംഭവിക്കുന്നേ? ഇവിടെ സൂര്യപ്രകാശത്തിൽ ഉണ്ടായിരുന്ന പ്രകാശോർജത്തെ ആഗിരണം ചെയ്ത് രാസപ്രവർത്തനം നടന്നു. സോ പ്രകാശോർജം ആരായിട്ടാ മാറുന്നേ? രാസോർജം. പ്രകാശോർജം രാസോർജമായിട്ട് മാറുന്നു. അടുത്തത് ലൂസിഫർ. ഇത് നമുക്കറിയാം, ലൂസിഫർ എന്ന് കേട്ടാൽ തന്നെ മിന്നാമിനുങ്ങിന്റെ ശരീരത്തിലുള്ള ആളാണ് അല്ലെ. മിന്നാമിനുങ്ങിന്റെ ശരീരത്തിൽ നിന്ന് ലൈറ്റ് പുറത്തേക്ക് വരുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? ദൃശ്യപ്രകാശം പുറത്തേക്ക് വരുന്നതിനെ നമ്മൾ ബയോലൂമിനസെൻസ് അഥവാ ജൈവദീപ്തി. ബയോലൂമിനസെൻസ് അഥവാ ജൈവദീപ്തി എന്നാ പറയും. അവിടെ എന്താ സംഭവിക്കുന്നേ? മിന്നാമിനുങ്ങിന്റെ ശരീരത്തിൽ ലൂസിഫറിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട്. ഈ ലൂസിഫറിന് എന്താ ചെയ്യാ മക്കളെ? യു വി രശ്മിയെ ആഗിരണം ചെയ്യും. ലൂസിഫറേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സാന്നിധ്യത്തിൽ മിന്നാമിനുങ്ങിന്റെ ശരീരത്തിലുള്ള ലൂസിഫറിൻ എന്ന കെമിക്കൽ ലൂസിഫറേസ് എന്ന എൻസൈമിന്റെ പ്രസൻസിൽ അൾട്രാ വയലറ്റ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്ത് വിസിബിൾ ലൈറ്റ് ആക്കി മാറ്റും. ആരാക്കി മാറ്റുക? വിസിബിൾ ലൈറ്റ് അഥവാ ദൃശ്യപ്രകാശമാക്കി മാറ്റും. അങ്ങനെയാണ് മിന്നാമിനുങ്ങിന്റെ ശരീരത്തിൽ നിന്ന് ലൈറ്റ് പുറത്തേക്ക് വരുന്നത്. ഇതിനെ നമ്മൾ ബയോലൂമിനസെൻസ് അഥവാ ജൈവദീപ്തി എന്നാണ് പറയുന്നത്. അപ്പൊ മക്കളെ, ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എപ്പോൾ ഡിസ്കസ് ചെയ്യാം? ഇനി ഇതേപോലെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മെഗാ മാരത്തോണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ 19-ാം തീയതി വൈകിട്ട് കൃത്യം 7 മണിക്ക് നടക്കാൻ പോകുന്ന മെഗാ മാരത്തോൺ എന്റെ കുട്ടികൾ ആരും മിസ് ചെയ്യരുത്. നിങ്ങൾ എല്ലാവരും ആ മെഗാ മാരത്തോണിൽ ഉണ്ടാവണം. നമുക്ക് അടിപൊളിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സോ എല്ലാ മക്കളും ഉണ്ടാവണം കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് 20-ൽ 20 മാർക്ക് തന്നെ നമ്മുടെ കെമിസ്ട്രിയിൽ നേടണം. അങ്ങനെ നമ്മുടെ ബേസിക് സയൻസിൽ 60-ൽ 60 നേടണം. അതിന് എന്റെ കുട്ടികൾ റെഡി ആണെങ്കിൽ യെസ് മിസ് വി ആർ റെഡി എന്ന് പറഞ്ഞു ഫയർ ഇമോജി ഇട്ട് നമ്മുടെ ചാറ്റ് ബോക്സ് കത്തിക്കുക. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ചക്കര കുട്ടികളെ കാണാൻ ഞാൻ ഓടി വരുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.